ഈശാവാസ്യോപനിഷത്ത് 12-ാം മന്ത്രത്തിന്റെ ഭാഷ്യം കഴിഞ്ഞു. ടീക മുതൽക്ക് നോക്കിയോ. ചിത് തന്ത്ര മായ പരമേശ്വരുപാധി. ചിത് തന്ത്ര അധീന യസ്യാഹ മായായാഹ സാ മായ ചിത് തന്ത്ര. ഈ ചിത്തന്ത്രയുടെ അന്യപദാർത്ഥം ഏതാ? ചിത് തന്ത്ര അധീന യസ്യാഹ മായായാഹ സാ മായ ചിത്തന്ത്ര. ചിത്ത് അധീനം ആയിരിക്കുന്ന യാതൊരു മായയുടേതാണ്. എന്ന് പറഞ്ഞാൽ ചിത്തിനെ ആശ്രയിച്ചിരിക്കുന്നത് ഏതൊരു മായയാണ്, ആ മായയാണ് ചിത്തന്ത്ര. അതിന് 5-ാം നമ്പർ ടിപ്പണി കാണുക. നനു പ്രകൃതിശ്ച പ്രതിജ്ഞാ ദൃഷ്ടാന്താനുരോധാദിതി ബ്രഹ്മണ ഏവ പ്രകൃതിത്വ നിർണയാത്. നിങ്ങളുടെ ബ്രഹ്മസൂത്രത്തിലെ 1:4-23 സൂത്രമാണ്. പ്രകൃതിശ്ച, ജഗത്തിന്റെ നിമിത്ത അഭിന്ന ഉപാദാനമാണ് ചേതനൻ. അപ്പോൾ നിമിത്ത കാരണം ആണെന്ന് മനസ്സിലായി. അടുത്തത് പറയാണ് പ്രകൃതിശ്ച. അവിടുന്ന് മുതൽക്കേ സൂത്രമുള്ളൂ കേട്ടോ. 5-ാം നമ്പർ ടിപ്പണി കണ്ടാണ് 38-ാം പേജിലെ 5-ാം നമ്പർ ടിപ്പണിയില് നന്നു പ്രകൃതിശ്ച പ്രതിജ്ഞാ ദൃഷ്ടാന്താനുരോധാത്. പരമാത്മ പ്രകൃതിയുമാകുന്നു, ഉപാദാന കാരണവുമാകുന്നു. കാരണം മുന്നോട്ടേക്ക് പ്രതിജ്ഞവും ദൃഷ്ടാന്തവും കാണുന്നുണ്ട്. ഈ സൂത്രത്താല് ബ്രഹ്മണ ഏവ പ്രകൃതിത്വ നിർണയാത്. ബ്രഹ്മമാണ് ജഗത്തിന്റെ പ്രകൃതി എന്ന് നിശ്ചയിച്ച സ്ഥിതിക്ക് തസ്യാഹ അവിദ്യ അവ്യാകൃതാഖ്യേതി വ്യാഖ്യാവിരുദ്ധ തസ്യാഹ പ്രകൃതേഹെ ആ പ്രകൃതിയെ നമ്മൾ അവിദ്യയാണ്, അവ്യാകൃത നാമത്തോടു കൂടിയവളാണ് എന്ന് പറയുന്നത് ശരിയാണോ? മനസ്സിലാവുന്നുണ്ടോ സംഭവം? നിങ്ങളുടെ ബ്രഹ്മസൂത്രത്തിൽ ജഗത്തിന്റെ പ്രകൃതിയായിട്ട് ബ്രഹ്മത്തെയാ കണ്ടത്. നിങ്ങൾ ഇവിടെ പറയുന്നത് ജഗത്തിന്റെ പ്രകൃതി അവ്യാകൃതമായാകുന്നു. ഇതെങ്ങനെ ഒത്തുപോകും? ഇത്യാശങ്ക എന്ന ആശങ്ക നടത്തെ പറഞ്ഞതാണെന്ത്? ടീകാകാരൻ ചിത്തന്ത്രമായ പരമേശ്വര ഉപാധി. ചേതനെ ആശ്രയിച്ചിരിക്കുന്നതും ചേതനെ വിഷയീകരിക്കുന്നതുമായിരിക്കുന്ന മായയുണ്ട്. ആ മായയാണ് പരമേശ്വരന്റെ ഉപാധി. അപ്പോൾ ഉപാധി ഇല്ലെങ്കിൽ പരമേശ്വരൻ ഉണ്ടാവുമോ? പരമേശ്വരൻ ഉണ്ടാവും. പരമേശ്വരൻ അവിടെ ഉണ്ടാവും. ഉപാധി ഉണ്ടാവണം നിർബന്ധമില്ല. ഉപാധി ഇല്ലാതെ പരമേശ്വരൻ ഇരിക്കുമ്പോൾ ജഗസൃഷ്ടി നടക്കുവോ? സൃഷ്ടി നടക്കൂല. എന്ത് പറ്റി? അന്ധകരണം വേണ്ടി ഉപാധിയായിട്ട് അതിനിവിടെ അന്ധകരണത്തെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അല്ല, എന്തെങ്കിലും ഒരു ഉപാധിയിൽ വേണ്ടേ? എന്തെങ്കിലും എന്നുള്ളതിന് നിങ്ങൾ എന്തിനാ അന്ധകരണം എടുക്കാൻ പോയത്? ഈശ്വരൻ അന്ധകരണം ഉപാധിയായിട്ടിരിക്കുവോ? ഈശ്വരന്റെ ഉപാധിയാണ് അന്ധകരണം. ഉപാധി ഇല്ലെങ്കിൽ അത് നിത്യശുദ്ധ ബുദ്ധമുക്തനായിട്ടല്ലേ ഇരിക്കുക? നിത്യശുദ്ധ ബുദ്ധമുക്തൻ നിരുപാധികൻ ജഗത്തിന്റെ കാരണമല്ല. ജഗത് കാരണനായി മാറുന്നത് സ്വാഭാവിക ബ്രഹ്മമാണ്. ठीक അതായത് ആ സ്വാഭാവിക ബ്രഹ്മത്തെ വേറെന്ത് വിളിക്കാം? കാരണം ബ്രഹ്മ എന്നും പറയാം. കാരണബ്രഹ്മം. ठीक കാരണം ബ്രഹ്മത്തിന്റെ ഉപാധി എടുത്തൊഴിവാക്കി കഴിഞ്ഞാൽ ആയിരിക്കും? നിരുപാധികനായിരിക്കുന്ന നിത്യശുദ്ധ ബുദ്ധമുക്തനായിരിക്കും. എന്നാൽ ഈശ്വരൻ നിത്യശുദ്ധ ബുദ്ധമുക്തനിൽ ഭിന്നനാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ ശുദ്ധൻ ഈശ്വരനിൽ ഭിന്നമല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ആണ് താനും. അതെന്തുകൊണ്ടാ? എപ്രകാരം ഘടം മൃത്തിൽ നിന്ന് ഭിന്നമല്ല, പക്ഷെ മൃത്ത് ഘടത്തിൽ ഭിന്നമാകുന്നത് പോലെ കാരണം കാര്യത്തിൽ ഭിന്നമായിരിക്കും, കാര്യം കാരണത്തിന് ഭിന്നമാകത്തില്ല. അതെന്താ? കാര്യം കാരണത്തിൽ കൽപ്പിതമാണ്, അതുകൊണ്ട് ഭിന്നാവത്തില്ല. കാരണം കാര്യത്തിൽ കൽപ്പിതമല്ല, അതുകൊണ്ട് കാരണം കാര്യത്തിൽ ഭിന്നമായിരിക്കും. എന്നാൽ വാസ്തവത്തിൽ കാര്യം കാരണത്തിൽ ഭിന്നമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാ പിന്നെ അഭിന്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. പിന്നെന്താണ്? അനിർവചനീയമായിട്ടിരിക്കുന്ന കാര്യമാണ്. ചിത്തന്ത്ര, ചിത്തിനെ ചേതനെ ആശ്രയിച്ചിരിക്കുന്നേ, അതായത് ചേതനെ ആശ്രയിച്ചിരിക്കുകയും ചേതനെ വിഷയീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു മായയുണ്ട്. ആ മായയാണ് പരമേശ്വരന്റെ ഉപാധി. ടിപ്പണി 6 കാണി. അല്ല, അതിന്റെ 5-ന്റെ ബാക്കി കൂടി കണ്ടോ. ചിത്തന്ത്രത്വക്ത്യ അസ്യാഹ പ്രധാനത്വം വ്യവച്ഛിന്നത്തി. അസ്യാഹ മായായാഹ പ്രകൃതേഹ പ്രധാനത്വം വ്യവച്ഛിന്നത്തി. ഈ മായ എന്നുള്ള ജഗത്തിന്റെ ഉപാദാനമായിരിക്കുന്ന പരിണാമ ഉപാദാനവും ചേതനന്റെ ഉപാധിയുമായിരിക്കുന്ന ഈ മായ പ്രധാന സ്വരൂപമല്ല. ഇതിന്റെ അർത്ഥം എന്താ? പ്രധാനമല്ല, ഗൗണമാണെന്നാണ് ഉദ്ദേശിച്ചത്? അല്ല വേറെന്തെങ്കിലും അർത്ഥത്തിനുണ്ടോ? സാങ്കേയോഗ സിദ്ധാന്തത്തിനനുസരിച്ച് പറയുന്ന പ്രധാനമല്ല ഈ മായ എന്നാണ് ഉദ്ദേശിച്ചത്.
ഇത് തന്നെയാണ് സാങ്കത്യത്തിലും പറയുന്നത് എന്നൊക്കെ ചാടിക്കേറിയ ആൾക്കാർ പറയും. ശ്രദ്ധിച്ചോളണം. ഈശാവാസ്യ ഉപനിഷത്തിൽ പോലും ടീക്ക ടിപ്പണി എടുത്താൽ മനസ്സിലാവും സാങ്ക്യ യോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് വേദാന്ത സിദ്ധാന്തം. പലപ്പോഴും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. സാങ്ക്യ സിദ്ധാന്തത്തിലെ പ്രധാനം തന്നെയാണ് വേദാന്ത സിദ്ധാന്തത്തിലെ മായ എന്ന്. ശരി, അങ്ങനെ ആരും പറഞ്ഞാൽ അവരോട് എന്ത് പറയണം? തിരിച്ചെന്ത് ഉത്തരം പറയും? ഇപ്പോൾ യോഗ പഠിപ്പിക്കുന്ന ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർക്ക് പൊതുവെ ഉള്ളൊരു തകരാറാണ്. വേദാന്തയുടെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും എടുത്തുണ്ടോ, ഇത് ഞങ്ങളതാന്ന് പറയും. ഇങ്ങനെ ആരെങ്കിലും പറയാണ് ഇവിടെയുള്ള ഈശ്വരന്റെ ഉപാധിയായിരിക്കുന്ന മായ സാങ്ക്യശാസ്ത്രത്തിലെ പ്രധാനമാണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കും? ചിത്തന്ത്രമായ എന്നുള്ളതിലൂടെയാണ് ഉത്തരം കൊടുക്കേണ്ടത്. ചിത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന മായ, ചിത്തിൽ അനധിഷ്ഠിതമായിരിക്കുന്ന പ്രധാനം. അത്രയാണ്. ചേതനെ ആശ്രയിച്ചിരിക്കുകയാണ് മായ. ചേതനെ ആശ്രയിച്ചല്ല പ്രധാനം ഇരിക്കുന്നത്. പ്രധാനം സ്വതന്ത്രമാണ്. സ്വന്തം സത്ത നിലനിർത്തുന്നതാണ് പ്രധാനം. അതുകൊണ്ട് നിങ്ങളുടെ പ്രധാനമല്ല ഇവിടുത്തെ മായ. കാരണം ചിത്തന്ത്രയാണ്. ചേതനാധിഷ്ഠിതമായിട്ട് ഇരിക്കത്തുള്ളൂ. അതെവിടുന്ന് മനസ്സിലായി? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ പാടും, ഇങ്ങനെയൊക്കെ പറയാമോ? ഞങ്ങൾക്കത് ഇഷ്ടമല്ല. ഞങ്ങളും നിങ്ങളൊക്കെ ഒരേപോലെയാണ് എന്ന് പറഞ്ഞാൽ സാങ്ക്യയോഗ സിദ്ധാന്തവും വേദാന്തവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് സാങ്ക്യന്റെ കുഞ്ഞുങ്ങൾ വിളിച്ചു പറയും. എന്തുകൊണ്ടാ? എല്ലാ മാർഗങ്ങളും എല്ലാ കടവിൽ നിന്നും വഞ്ചി പിടിക്കാൻ പറ്റത്തില്ലേ? അക്കരെ പോയാൽ പോരെ. എല്ലാ മാർഗങ്ങളും ഒരേ ബ്രഹ്മത്തിലേക്കാണെന്നൊക്കെ പറഞ്ഞ് ചാടൂലേ? നടക്കൂല. എല്ലാ മാർഗങ്ങളും അന്ധകരണ സിദ്ധിക്കാണ്. ശുദ്ധാന്ധകരണ ഉള്ളവന് പ്രമാണം ഉണ്ടെങ്കിൽ ജ്ഞാനം കിട്ടും. അല്ലാതെ എല്ലാ വഴിയും ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ടിയുള്ളതല്ല. നിങ്ങളെന്താ പറഞ്ഞത്? മായ ചേതനെ ആശ്രയിച്ചിരിക്കുകയാണ് അല്ലേ? അതിന് പ്രമാണം കൊടുക്കുകയാണ് ശ്വേതാക്ഷേത്രത്തിലെ മായാന്തു പ്രകൃതി വിദ്യാ മായിനന്തു മഹേശ്വരം. മായി എന്ന് പറഞ്ഞ എന്താർത്ഥം? മായ അസ്യ അസ്മിൻ അസ്ഥിതി മായി. ഹിന്ദിയിൽ മായി എന്ന് പറഞ്ഞ സ്ത്രീ എന്നർത്ഥം. ഇവിടെ ഇപ്പോൾ മായി എന്ന് പറഞ്ഞ പുരുഷനാണ്. അതെന്തുകൊണ്ടാ? ഈ പരമാത്മാവിനെ പുരുഷ ശബ്ദം കൊണ്ട് പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന പരമാത്മാവാണ് മായി. മായ ഇരിക്കുന്നത് എവിടെയാണോ അതിനെയാണ് മായി എന്ന് വിളിച്ചത്. മായാം തു പ്രകൃതി വിദ്യാതും. മായ ജഗത്തിന്റെ പ്രകൃതിയായിട്ടും മായിനം മായി അതിന്റെ ദ്വിതീയാന്തമാണ് മായിനം. മായി മൈനു മൈനഹ മൈനം. മായിയേ മായ ഉള്ളവനെ പരമേശ്വരൻ എന്നും മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ഇത് ഏതിന് പ്രമാണമാണ് ഇപ്പൊ ഈ കാണിച്ചത്? എന്ത് സിദ്ധിക്കും ഈ പ്രമാണത്തിലൂടെ? ശക്തി ഉള്ളതാണ് ആരില്? ചേതനിലാണ് ഈ ശക്തി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ചേതനായിരിക്കുന്ന ശിവനിലാണ് ശക്തി ഇരിക്കുന്നത്. മനസ്സിലായോ? ആ ശക്തി എന്ന് പറയുന്ന അർത്ഥം ജഗത് സൃഷ്ടിക്കുള്ള ശക്തിയാണ്, അല്ലാതെ ശിവന്റെ ശക്തി കിടക്കുകയല്ലത്. അപ്പോൾ ശിവന്റെ ശക്തി കിടക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ പെട്ടെന്ന് കരുതും ശിവൻ എന്തോ അശക്തനാണെന്നുള്ളത്. മനസ്സിലായോ? അതായത് കേവല ജഡമായ പ്രകൃതിക്കും കേവല ചേതനായിരിക്കുന്ന പുരുഷനും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒന്നും സിദ്ധിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യത്തിന്റെ ജന്മത്തിനും കാരണമാവത്തില്ല അവർ. പക്ഷെ അവിദ്യയും ചേതനവും തമ്മിൽ സംബന്ധിച്ചു കഴിഞ്ഞാൽ മൊത്തം ജഗത്തുണ്ടാക്കി തരും. അപ്പൊ ഇല്ലാത്തൊരു വസ്തു ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു കാരണം മാത്രമാണ് ഈ അവിദ്യ എന്നുള്ളത്. ഈ അവിദ്യ ശക്തിയായിട്ടും ശക്തി അങ്ങ് ചാടാൻ തുടങ്ങും എന്നുള്ള കണ്ടീഷനിലാക്കി നിങ്ങളുടെ പരമ്പര എന്ന് പറഞ്ഞാൽ എന്തോ മനുഷ്യനുള്ള കപ്പാസിറ്റി എന്നുള്ള രീതിയിലാക്കി കളഞ്ഞു. അങ്ങനെയല്ലത് അനിർവചനീയമായിരിക്കും ജഗത് സൃഷ്ടികളെ കാരണം. അതാണ് ഈ മണ്ടേ കയറാത്തത്. ശിവന്റെ മുഖത്ത് ദേവി കയറി തുള്ളുന്ന ഫോട്ടോ വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന സാധനം അല്ലത്. മനസ്സിലായോ? അങ്ങനെയുള്ള ബുദ്ധിക്ക് സാധനം അടുത്തൂടെ പോകത്തില്ല. നിങ്ങൾ എത്ര കളിച്ചാലും. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന ആളുടെ 10 മിനിറ്റ് ക്ലാസ് കേട്ടാൽ മനസ്സിലാവും ഇയാൾ എങ്ങോട്ട് കൊണ്ടുപോകും സാധനം. പഠിപ്പിക്കുന്ന ആൾ ഭക്തനാണോ വേദാന്തിയാണോ എന്നൊക്കെ ബ്ലഡ് എന്താന്നുള്ള സുഖസുന്ദരമായിട്ട് മനസ്സിലാവും. പറയും അല്ലല്ല ഇങ്ങനെ പഠിപ്പിക്കുന്ന നല്ലത്. അത് അങ്ങനത്തെ ആൾക്കാർക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അതായത് കയറിലെ സർപ്പം ഉണ്ടായി. ആ സർപ്പം ഉണ്ടാകാനുള്ള ശക്തി എന്തായിരുന്നു? പറ. അവിദ്യ. കയറിലെ സർപ്പം. ആ സർപ്പം ഉണ്ടാകാനുള്ള ശക്തി എന്താ? അവിദ്യ. ഏതാ വിദ്യ? കയറിന്റെ അജ്ഞാനം. കയറിന്റെ അജ്ഞാനത്തെ നമ്മൾ സർപ്പത്തില് കാളിയുടെ രൂപത്തിൽ വരച്ചു വെച്ച് എങ്ങനെ ഉണ്ടാവും? പക്ഷെ നമുക്ക് കാളി എന്ന് പറയുമ്പോഴേക്ക് കാളി ചേതനയാണോ ജഡമാണോ? പറ. കാളി കേവല ജഡവും അല്ല, കേവല ചൈതന്യവും അല്ല, അത് ദേവതയാണ്. നിങ്ങൾ ആ ദേവതയെ അല്ലേ
ആ ദേവതയെ നിങ്ങൾക്ക് എന്തിന്റെ അർത്ഥത്തിലാണ് നിങ്ങൾ ശിവന്റെ പൊക്കത്ത് പ്രതിഷ്ഠിച്ചത്? ശക്തി എങ്ങനെ മാത്രം പറയാൻ പറ്റും? മായ എന്നുള്ള ശക്തി ജഡമാണ്. കാളി ചേതന ജഡയുക്തമായിരിക്കുന്ന ദേവതാ സ്വരൂപമാണ്. വല്ലതും അറിയോ എവിടെയാ എന്താ വരച്ചു വെച്ചത്, എന്താ ആലോചിക്കുന്നത് എന്നുള്ളത്? എല്ലാ ദേവതകളും എന്താണ്? ജഡചേതന യുക്തന്മാരാണ്. നമ്മളെ പോലെ തന്നെയുള്ള ഓരോരോ ജീവന്മാരാണ് ദേവതാസ്ഥാനങ്ങൾ. ठीक ദേവതകൾക്ക് അന്ധക്കരണം നിലനിൽക്കും. ഇനി പരമാത്മ കോടിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെയും എന്തുണ്ടാവും? അവിദ്യായുക്ത ചൈതന്യം ഉണ്ടായിരിക്കും. ചൈതന്യനും അവിദ്യ രണ്ടും കൂടി ചേർന്നിരിക്കും. ശ്രീകൃഷ്ണേട്ടൻ വിശ്വരൂപം കാണിക്കുന്നില്ലേ? അവിടെയൊക്കെ എന്താണ് ഇരിക്കുന്നത്? അന്ധകരണം മാനിക്കേണ്ട ആവശ്യമില്ല. മൊത്തം ജഗത്ത് അങ്ങേര് അവിദ്യായുക്ത ചൈതന്യമായിട്ട് നിന്നിട്ടുണ്ടാക്കി തരും. അങ്ങനെ ഭേദമുണ്ട് ഇതില്. പക്ഷേ കേവല ജഡവുമല്ല, കേവല ചൈതന്യമല്ല. കാണുന്ന ഒരു വസ്തു ഒരു ശക്തിയായിട്ട് ശക്തിയായിട്ടിരിക്കത്തില്ല, ശക്തിമത്തായിട്ടിരിക്കത്തുള്ളൂ. എന്നൊരു ശക്തിയും ശക്തിമത്തായിരിക്കും ചൈതന്യം കൂടെ ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ. ഇത്യാദി ശ്രുത്യന്തര പ്രസിദ്ധ അത്ര അസംഭൂതി ശബ്ദേന ഉച്ചതേ ന ബ്രഹ്മ. ഇവിടെ അന്യശ്രുതിയായിരിക്കുന്നേ ശ്വേതാശേതര ശ്രുതിയാൽ പ്രസിദ്ധമായിരിക്കുന്ന മായയാണ് നമ്മൾ ഈ സ്ഥലത്ത്, അതായത് ഈ മന്ത്രത്തിലൂടെ അസംഭൂതി ശബ്ദത്താൽ പറയപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ഏതല്ല പറയപ്പെട്ടത്? ന ബ്രഹ്മ. ബ്രഹ്മമല്ല പറയപ്പെട്ടിരിക്കുന്നത്. ബ്രഹ്മമല്ല പറയപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രഹ്മശബ്ദം പ്രഥമാവിഭക്തിയിലാണ് ദ്വിതീയ വിഭക്തിയിലാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക? പ്രഥമേ അല്ലേ വരുള്ളൂ. എന്തുകൊണ്ടാ? ബ്രഹ്മ എന്നുള്ള അതെന്തുകൊണ്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കർമ്മണി പ്രയോഗമായിരുന്നു, അതുകൊണ്ട് പ്രഥമയിലേ വരത്തുള്ളൂ. അത് ഒരു ടെൻസിലും ഇതിന് ഒരു വോയിസിലും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഒരു വോയിസിലും ഇല്ല. ആക്റ്റീവ് പാസീവ് ഒന്നിലും ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ, കർമ്മണിന്നോ കർത്തരിന്നോ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവിടുന്ന് ഇവിടുന്ന് തോണ്ടി സാധനമായിരിക്കും. ठीक ബ്രഹ്മത്തെ അല്ല പറഞ്ഞത്. ദ്വിതീയാന്തമായി കഴിഞ്ഞാൽ ബ്രഹ്മത്തെ അല്ല പറഞ്ഞത്. പ്രഥമാന്തമാക്കിയാൽ ബ്രഹ്മമല്ല പറയപ്പെട്ടത്. അപ്പോൾ ശ്രുത്യന്ത പ്രസിദ്ധ അത്ര അസംഭൂതി ശബ്ദം വെച്ചത്. ഇവിടെയുള്ള അസംഭൂതി ശബ്ദത്തിന് അർത്ഥം പ്രകൃതി എന്നുള്ള മായയാണ്, അല്ലാതെ എന്തല്ല? ബ്രഹ്മമല്ല. അതെന്തുകൊണ്ടാ പ്രസംഗം വന്നത്? ടിപ്പണിയിൽ നമ്മൾ പറഞ്ഞിട്ട് പ്രതിജ്ഞാ ദൃഷ്ടാന്ത അനുരോധ സൂത്രത്തിനനുസരിച്ച് ബ്രഹ്മമാണ് പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഒരു ദൃഷ്ടിയാണ്. ഈ വേദാന്തത്തിൽ എത്ര രീതിയിൽ നോക്കിക്കാണുന്നു. ഒന്ന് പഠിച്ചു വരുമ്പോഴേക്കും മറ്റൊന്ന് മറന്നു പോകും, മറ്റൊന്ന് പഠിക്കുമ്പോഴേക്കും ഇതും മറന്നു പോകും. തസ്യ നിർവികാരസ്യ സാക്ഷാത് പ്രകൃതിത്വ അനുഭവത്തേഹേ നിർവികാരസ്യ തസ്യ ബ്രഹ്മണ ശുദ്ധസ്യ. ശുദ്ധനായിരിക്കുന്ന നിർവികാര ബ്രഹ്മത്തിന് സാക്ഷാത് എന്ന് പറഞ്ഞാൽ ഉപാധി ഇല്ലെങ്കിൽ കാരണത്വം പ്രകൃതിത്വം കിട്ടത്തില്ല. അപ്പോൾ ഉപാധി ഉണ്ടെങ്കിൽ ഉപാധി ഉണ്ടെങ്കിൽ നിർവികാര ബ്രഹ്മത്തിന് ജഗത് കാരണത്വം കിട്ടുമോ? കിട്ടും. ഉപാധി ഉണ്ടെങ്കിൽ നിർവികാരൻ അല്ലല്ലോ. നിർവികാരം എന്നുള്ളത് ഒരു ചേതന എടുത്ത് കാണിക്കാൻ പറഞ്ഞതാണ്. അവനിൽ ഉപാധി എന്ന് കഴിഞ്ഞാൽ അവൻ എന്തായി മാറി? സവികാരനായി മാറി. അവനിൽ എന്താണ് വികാരമുള്ളത്? ജഗത് സൃഷ്ടിക്കുള്ള ഇച്ഛ ഉണ്ടാവും. പിന്നെ അവൻ തന്നെയാണ് മൊത്തം ജഗത്തായതുകൊണ്ട് അവന് വിവർത്തനം എന്നുള്ളൊരു വികാരവും നേരിടും. അപ്പോൾ തസ്യ നിർവികാരം ഒരിക്കലും ജഗത് കാരണമല്ല. ആയതിനാൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ ആ നിത്യശുദ്ധനെ എടുക്കാൻ പാടില്ല എന്നർത്ഥം. ഇനി ഭാസ്കര അഭിമതസ്തു പരിണാമവാദ തത്വാലോകി നിരസ്ത ഏവ അസ്മാഭിഹി. വിശിഷ്ടാദ്വൈത മതത്തിലും ഭാസ്കരാദി മതത്തിലും എന്ത് മാനിക്കുന്നുണ്ട്? പരിണാമവാദത്തെ മാനിക്കുന്നുണ്ട്. ടിപ്പണി 7 കാണുന്ന എഴുതി വെച്ചെന്ന് ബ്രഹ്മണോ പരിണാമവാദിനം തു ഗ്രന്ഥാന്തരേ ശിക്ഷവന്ത. അതിലെ കാര്യമൊന്നുമില്ല. ബ്രഹ്മം പരിണാമിയാണ്, ജഗത്ത് ബ്രഹ്മത്തിന്റെ പരിണാമമാണ് എന്ന് മാനിക്കുന്ന പക്ഷമുണ്ട് ഭാസ്കരാദി മതത്തില്. വേദാന്ത മതത്തില് ജഗത്തിന്റെ എന്താണ്, ബ്രഹ്മത്തിന്റെ എന്താണ് ജഗത്ത്? വിവർത്തമാണ് ജഗത്. വിവർത്തമാണ് ജഗത്. വിവർത്ത കാര്യം എന്ന് പറയും. വിവർത്ത കാര്യം, പരിണാമകാര്യം, പരിണമിക്കപ്പെട്ടിരിക്കുന്ന പരിണാമകാര്യം. ठीक വിവർത്തമാണെങ്കിൽ വിവർത്തകാര്യം എന്ന് പറയും. സാംസാരിക ദുഃഖ അനുഭവ അഭാവേന ച സുഷുപ്തിവത് പ്രകൃതി ലയസ്യ പുരുഷേന അർത്ഥമാനതാപ്യുപപദ്യതേ. ചിലർക്ക് സംശയം ഉണ്ടാവും, ഈ പ്രകൃതിയിൽ പോയി ലയിക്കുക എന്നുള്ളത് ആരെങ്കിലും ഇച്ഛിക്കുകയോ? ഇച്ഛയില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ ഉപാസന ചെയ്യാൻ പോകുന്നത് എന്നൊരു തോന്നിച്ചുണ്ടാവും. അതിന് ഉത്തരം പറയാണ്, സാംസാരിക
ദുഃഖ അനുഭവ അഭാവേന വെച്ച, അതായത് പ്രകൃതിയിൽ പോയി ലീനമായി കഴിഞ്ഞാല് സാംസാരികമായിരിക്കുന്ന ദുഃഖത്തെ അനുഭവിക്കത്തില്ല. ഇവിടെ ഇപ്പോൾ ദുഃഖത്തെ അനുഭവിക്കണ്ടേ? വേണം. ഈ ദുഃഖത്തിന് എവിടെ അനുഭവിക്കത്തില്ല? പ്രകൃതിയിൽ പോയി ലയിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് എപ്രകാരം സുഖത്തെ ഇച്ഛിക്കുന്നുവോ ഇപ്രകാരം ജനങ്ങൾ ദുഃഖാഭാവത്തെ ഇച്ഛിക്കുന്നുണ്ട്. ആയതുകൊണ്ട് എന്ത് പറ്റി? സുഷുപ്തിവാദം. എപ്രകാരം സുഷുപ്തിയിലേക്ക് പോകാൻ ജനങ്ങൾക്ക് ഇച്ഛയുണ്ട്. എന്തുകൊണ്ടാ? അവിടെ ദുഃഖ അഭാവം അനുഭവപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട്. സുഷുപ്തിയിൽ സുഖം അനുഭവപ്പെടുന്നത് വേറെ കാര്യം. പ്രകൃതി ലയസ്യ പുരുഷേണ അർത്ഥമാനതാപി ഉപപദ്ധ്യത്തെ. പ്രകൃതി ലയം എന്നുള്ളത് പുരുഷനാൽ അർത്ഥമാനം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഇച്ഛയ്ക്ക് വിഷയമാകുന്നുണ്ട്. എല്ലാവർക്കും അല്ല, ചിലർക്ക്. അല്ല, ഈ പ്രകൃതി ഉപാസന നടത്തിയാൽ ഫലം എങ്ങനെ കിട്ടും? കാരണം പ്രകൃതി ജഡമല്ലേ, ചേതനല്ലേ ഫലം കൊടുക്കേണ്ടത്. ജഡമായിരിക്കുന്ന പ്രകൃതി ഉപാസിച്ചാൽ ഫലം എങ്ങനെ കിട്ടും എന്നൊരു സംശയം വരാം. അതിന് ഉത്തരം പറയാണ് ഫലഞ്ച കർമ്മ ഉപാസനൈവ. കർമ്മത്തിൽ അതേപോലെ ഉപാസനയിൽ എപ്രകാരം ഫലം കിട്ടുന്നുവോ ഇതേപോലെ തന്നെ ഫലം കിട്ടും. എങ്ങനെ? പ്രകൃതി ഉപാസനേപി പരമേശ്വരേവ ദാസ്യതി. പരമേശ്വരൻ തന്നെ ഫലം കൊടുക്കും. അതായത് പൂർവ്വമീമാംസാ സിദ്ധാന്തത്തിനനുസരിച്ച് കർമ്മത്തിന്റെ ആ മന്ത്രത്തിന്റെ ശക്തിയാണ് ഫലം കൊടുക്കുക എന്നുള്ളത്. അല്ലാതെ അവിടെ വേറെ എന്തിനും ഈശ്വരനൊന്നും മാനിക്കത്തില്ല. ഈശ്വരൻ മാനിക്കത്തില്ല പൂർവ്വമീമാംസകൻ. പൂർവ്വമീമാംസയാണോ ക്ഷേത്രപൂജ? അല്ല. ക്ഷേത്രപൂജ വേറെ, പൂർവ്വമീമാംസ വേറെ. പൂർവ്വമീമാംസ വൈദികമാണ്, ക്ഷേത്രപൂജ താന്ത്രികമാണ് മക്കളെ. ക്ഷേത്രപൂജയിൽ ഈശാവാസ്യ മന്ത്രമൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. ഓക്കെ, എന്ന് കരുതിയിട്ട് അതാണ് ഇത്. നിങ്ങൾക്കും ഇരുന്നിട്ട് ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, എന്നിട്ട് മക്കളോട് പറഞ്ഞാൽ മതി, ചോദ്യം ചെയ്യരുത് ഗുരുക്കന്മാരെ. അങ്ങനെയൊക്കെയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വട്ടം ഞങ്ങള് ഗുജറാത്തിലെ ഒരു ഗുരുവിന് സഹസ്രനാമം ഞങ്ങൾ 4 പേര് ചേർന്നിട്ട് എഴുതി കൊടുത്തത്. പക്ഷെ ഞങ്ങൾ 4 പേരുടെയും പേര് അതിലുണ്ടാവത്തില്ല. അതിൽ ചിലപ്പോൾ മാർക്കണ്ഡേയന്റെ പേരൊക്കെ വന്നേക്കാം ഒരു കാലം കഴിഞ്ഞാൽ. ഇത് നഷ്ടപ്പെട്ടു പോയതാണ് മക്കളെ, പഠിച്ചോളൂ എന്ന് പറയും. ആ ഒരു വേച്ച് തകർക്കും. ഫലം ഞങ്ങൾ കൊടുക്കുവോ? ഇല്ല. സംഭവം ഞങ്ങളാണ് എഴുതിയതെങ്കിലും. ടീക്ക് ഹരി. സ്വാമി, കേരളത്തില് ബ്രാഹ്മണര് സത്യം പറഞ്ഞ അമ്പലങ്ങളിൽ പൂജ കഴിച്ചിരുന്നില്ല. അമ്പലത്തിൽ പൂജ കഴിച്ചിട്ടില്ലാന്നോ? ഇല്ല, അവരുടെ തൊഴിലായിട്ട് അവര് സ്വീകരിച്ചിട്ടില്ല. പൂജ കഴിക്കുന്നവരെ അവരെ ജാതിയിൽ താഴ്ത്തിയാണ് നിർത്തിയിരുന്നത്. ഞങ്ങളുടെ ഇടയിലൊക്കെ ഈ തൃശ്ശൂര്, എറണാകുളം വരെയുള്ള, അതായത് മലപ്പുറം, തൃശ്ശൂര്, പാലക്കാട്, എറണാകുളം വരെയൊക്കെ ഉള്ള പഴയ കാലത്ത് പറയുന്ന നമ്പൂതിരിമാരെന്ന് പറയുന്ന വിഭാഗം ഈ ശാന്തി പൂജാദികളെ ഒരു അവജ്ഞയായിട്ടാണ് കണ്ടിരുന്നത്. പുരോഹിത വൃത്തി തന്നെ മോശമായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് അവര് കേരളത്തിന് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് അവർ ചെയ്തിരുന്നത്. അപ്പൊ തന്നെ അതുകൊണ്ട് അനുമാനിക്കരുതോ ഈ ക്ഷേത്ര സംവിധാനം പഴയ സംവിധാനത്തിലുള്ളതല്ല എന്നുള്ളത് ഏകദേശം ഊഹിക്കരുതോ? അതായത് കുറെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ബേസിക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് കയർത്ത് വരും. അതാണ് ഈ ഒരു മതം തലയ്ക്ക് പിടിച്ച വലിയ പ്രശ്നമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളും വന്നാലേ നമുക്ക് ഈ വേദാന്തം പറയാൻ പറ്റത്തില്ല. സാധനം ഇവര് നമ്മൾക്ക് കത്തിവെക്കും, പറയണ്ടെന്നുള്ള കണ്ടീഷനിൽ. അല്ല, എനിക്ക് തോന്നുന്നേ കേരളത്തിൽ ബ്രാഹ്മണര് ഈ കർത്തവ്യം 50 വയസ്സ് കഴിഞ്ഞാൽ അവർ ഇതിലേക്ക് പോകണമെന്ന് അവർ ഒരു കാലത്ത് ധരിച്ചിരുന്നിരിക്കണം. പക്ഷെ അത് എന്നോ കർമ്മഠന്മാരാക്കി കളഞ്ഞു ബ്രാഹ്മണരെ. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓരോരോ സാഹചര്യങ്ങളിൽ, അതായത് കൺട്രോൾ ആരുടെ കയ്യിലാണോ അതിനനുസരിച്ച് സൊസൈറ്റി എന്നും മാറിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ കുറച്ചു ദിവസം മുന്നേ ഈ മണിശങ്കര അയ്യരുമായിട്ട് ഇരുന്നിട്ട് ഒരു ചർച്ചയുണ്ട്. ഈ ഹിസ്റ്ററിയെ കുറിച്ച് പറയാണ്. അപ്പൊ അവര് പറയുന്നത് സോമനാഥന്റെ ഹിസ്റ്ററിയാണ് ചകയുന്നത്. ഓക്കെ, അപ്പൊ കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവം അതിന്റെ പിറകെ കിടക്കുന്നുണ്ടെന്നോ. അതിൽ ഒരു IIT-കാര് അവിടെ ഗ്രൗണ്ട് എന്താണ് GRPO മറ്റോ വെച്ചിട്ട് അതിന് പര്യവേഷണം നടത്തുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറില്ല. പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടോ? അവര് നിങ്ങൾ പുറത്തുവിട്, ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ടെന്ന് പറഞ്ഞു. അന്നത്തെ ഗവൺമെന്റിന് അനുകൂലമായിരിക്കുന്ന കാര്യങ്ങളെ പുറത്തുവിടത്തുള്ളൂ. അത് ജനങ്ങളെ അറിയിക്കാൻ പോലും നിൽക്കാറില്ല. ഞാൻ പറഞ്ഞു വരുന്ന എല്ലാ കാലത്തും ആരുടെ കയ്യിലാണോ കൺട്രോൾ ഉള്ളത് അവർ ഒതുക്കുന്നുള്ളതാണ്. ആ സൊസൈറ്റിയാണ് പ്രബലമായിട്ടിരിക്കുക. നിങ്ങൾ ഗീതയിൽ കേൾക്കാം, ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, നിന്റെ ക്ഷാത്രധർമ്മം നിന്നെ യുദ്ധം ചെയ്യിക്കുന്നു. യാദവ എന്ന് വിളിക്കുന്നുണ്ട്. മച്ചനും ടീമല്ലേ? ഇന്ന് യാദവന്മാരാരാ? OBC-ല. അന്ന് യാദവനോ ക്ഷത്രിയനാ. ഇതെങ്ങനെ പരിവർത്തനം വന്നുപോയി? ക്ലാസ് എടുക്കുമ്പോൾ അതൊന്നും ചോദിക്കാനും പാടില്ല, പറയാനും പാടില്ല. ബ്രഹ്മ ഒപ്പം കഴിക്കാൻ വരും.
പൗരോഹിത്യം തന്നെ മോശമാണെന്ന് പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഭാഗവതത്തിൽ 3 തലത്ത് പറയുന്നുണ്ട് പൗരോഹിത്യം വിഗ്രഹയൻ. ഏറ്റവും മോശം പ്രവൃത്തി ഏതാന്ന് ചോദിച്ചാൽ പുരോഹിത വൃത്തി. അല്ല, അത് ബ്രഹ്മവർച്ചസ് നഷ്ടപ്പെടുന്ന എടുത്തു അവിടുത്തെ പറയുന്നുണ്ട്. പൗരോഹിത്യം എന്ന് ഉദ്ദേശിച്ചതേ ഈ താന്ത്രികമാണോ വൈദികമാണോ? കാരണം വൈദികത്തിലെ അത് പൗരോഹിത്യം അല്ലാതെ വൈദികാവാനല്ലേ? അല്ല, ശാസ്ത്ര പഠനപാഠനം ഉണ്ടല്ലോ. വൈദികാവാനേ സാധ്യതയുള്ളൂ. കാരണം യജ്ഞകർമ്മങ്ങൾ ചെയ്യുന്നിടത്താണ് ഒരു ഗുരുനാഥന്റെ അടുത്ത് എന്ന് പറയുകയാണ് അങ്ങ് എന്റെ ഗുരുനാഥനായിട്ട് വരണം എന്ന് ഇന്ദ്രൻ പറയുമ്പോ ആ ഗുരുനാഥൻ വിശ്വരൂപൻ പറയുകയാണ് ഞാൻ വരില്ല, എന്റെ ബ്രഹ്മവർച്ചസ് നഷ്ടപ്പെടും, ഞാൻ വരില്ല എന്ന് പറയുകയാണ്. ഓ, ഓക്കെ. എന്നാ പിന്നെ വൈദികമായിട്ട് സംബന്ധിച്ചിട്ട് കർമ്മകാണ്ഡത്തിൽ ഏർപ്പെടുകയല്ല, മറിച്ച് ജ്ഞാനകാണ്ഡത്തിലേക്കോ അല്ലെങ്കിൽ തൊഴിലായിരിക്കുന്ന പാഠനത്തിലോ ആയിരുന്നു എന്നുള്ളത്. പാഠനം എന്നൊക്കെയല്ലേ. അപ്പൊ പാഠനമായിരുന്നു വൃത്തി, അല്ലാതെ ഞാനിതിൽ ഇടപെടത്തില്ല എന്നുള്ളത്. ഓക്കെ, അതല്ല നമ്മൾ പെട്ടെന്ന് ധരിക്കെന്താന്ന് പറഞ്ഞാല് ഈ അമ്പല പൂജകൾ അതുമായിട്ട് വൈദിക പൂജയെ കൂട്ടിക്കെട്ടും. ഒന്ന്. രണ്ടാമത്തത് കല്ലിനെ ദേവതയായിട്ട് കൂട്ടിക്കെട്ടും. മൂന്നാമത്തത് ദേവതയെ പരമാത്മായിട്ട് കൂട്ടിക്കെട്ടും. പിടികിട്ടുന്നുണ്ട് ഇതിന്റെ പ്രശ്നം പരിവട്ടോ? കുറെ പ്രശ്നമുണ്ട് ഇതില്. പരമാത്മാവിന് പ്രാണനുണ്ടോ? ദേവതയ്ക്ക് പ്രാണനുണ്ട്, പരമാത്മാവിന് പ്രാണനില്ല. പരമാത്മാവിന് അന്ധകരണം പോലും വേണ്ട ജഗത്തുണ്ടാക്കാൻ. ആണല്ലോ. അന്ധകരണം ഇരിക്കുമ്പോഴല്ലേ അന്ധകരണം ആ 17 കലകളിൽ ഒന്നായിട്ട് വരുമ്പോൾ അവിടെയാണ് പ്രാണനും പോലും ഉള്ളൂ. നിങ്ങൾ പരമാത്മ സങ്കല്പത്തിൽ വിഷ്ണുവിനെ ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത്? ചോദിച്ചാൽ എന്തെങ്കിലും ഈ ചോദ്യം മനസ്സിലായിട്ടുണ്ടോ പ്രതിഷ്ഠാതാവിന്? അതാണ് പ്രശ്നം. നാളെ പറഞ്ഞില്ലേ ഈ ഭാഗവതത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. നഹി അമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയാഹ തേ പുനന്തിരുകാലയന ദർശന. ഇത് 2-3 തവണ പറയുന്നുണ്ട് ഈ മന്ത്രം. അപ്പോ ഇതൊന്നും ശരിയല്ല. അപ്പൊ ഈ പൂജാ സംവിധാനങ്ങൾ മരത്തിലും തടിയിലും ഒന്നും പൂജിക്കുന്നതും അതുപോലെ തന്നെ ന തീർത്ഥബുദ്ധി സലിലെ. ഈ തീർത്ഥബുദ്ധി ആരാണോ സലിലത്തിൽ തീർത്ഥബുദ്ധിയെ വെക്കുന്നത് ആ സയേവ ഗോഖര എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ഭാഗവതത്തില്. അപ്പൊ ഈ ഉപാധികളെ ഒക്കെ വെച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളെയൊക്കെ എതിർക്കുന്നുണ്ട്. പക്ഷെ ഏതോ കാലത്ത് കേരളത്തിലൊക്കെ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണർക്ക് മുഴുവൻ ഈ ബ്രാഹ്മണ്യം നഷ്ടപ്പെട്ടു. അവര് കർമ്മഠന്മാരായി മാറി എന്നാണ് 1000 കൊല്ലം മുമ്പ് തന്നെ ബ്രാഹ്മണ്യം നശിച്ചു എന്നാ VK നാരായണ ഭട്ടതിരി പറയുന്നത്. അതായത് എന്താണ് ജീവിത പ്രശ്നങ്ങളിലേക്ക് വഴിമാറിപ്പോകുമ്പോഴേ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതിപ്പം തന്നെ നോക്കിയോ, ഈ ഉപനയന കർമ്മം എന്ന് പറഞ്ഞ പേരിനല്ലേ നടത്തത്തുള്ളൂ. ചോദിച്ചാൽ അതേ പെണ്ണ് അല്ലെ തന്നെ പെണ്ണ് കിട്ടാനില്ല. നമ്പൂരാർക്ക് പെണ്ണെ കിട്ടാനില്ല. ഇനി പഠിക്കാൻ കൂടി ചെയ്തില്ലെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഞാൻ നമ്മളെ കൂട്ടുകാരോട് സംഭവിച്ചൊരു കാര്യമായിരുന്നു അത്. അർത്ഥഗ്രഹണം കൂടി കഴിഞ്ഞിട്ട് സമാവർത്തനം ചെയ്യാവൂ എന്ന് പറയുന്ന സ്ഥാനത്ത് ഉച്ച കഴിഞ്ഞ് സമാവർത്തനം ചെയ്യുന്നതിലേക്ക് മാറി. അപ്പൊ എത്ര കണ്ട് വേദാധ്യയനം അധപ്പതിച്ചു എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ. കയ്യിന്ന് പോയി. ഞങ്ങളെ മണ്ഡലേശ്വര് പറയും, നിങ്ങൾ വിചാരിക്കും ഈ വേദാന്തം പോയി കർമ്മകാണ്ഡം ഉണ്ട്. അല്ല, തലതിരിച്ച കർമ്മകാണ്ഡം പോയി വേദാന്തം പഠിപ്പിക്കാൻ എപ്പോഴും ആളുണ്ട്. ശരിയാണ്. വേദാന്തം ഇത് തിരിമുറിയാതെ പോയിക്കൊണ്ട് വെക്കുന്നുണ്ടെന്നാണ്. അടിച്ചിട്ട് കഴിഞ്ഞാലും ഇവനെ നഷ്ടപ്പെടുത്താൻ ഭയങ്കര പാടാണ്. കാരണം വേദത്തിന്റെ അന്തസത്തയാണ് ഇത്. ഇത് ആരുടെയെങ്കിലും കയ്യിലുണ്ടാവും. പക്ഷെ അവൻ ആ കയ്യിൽ കൊണ്ടെടുക്കുന്നവനെ ശ്രദ്ധിക്കണം. അവൻ ഉള്ളിൽ ദ്വൈതിയാണോ അദ്വൈതിയാണോ എന്നുള്ളതാണ്. ഇപ്പൊ പലരും പറയുന്നുണ്ട് ഉപാധി സമാവർത്തനം ചെയ്യണ്ടെന്ന്. അല്ല, ഈ ഉപനയനം തന്നെ ചെയ്യണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ 2 നേരവും സന്ധ്യോപാസനകൾ വേണമല്ലോ. അതുപോലും ചെയ്യുന്നില്ല. അതായത് സന്ധ്യാവനത്തിന്റെ അന്ന് പോലും ഈ ഉപനയനത്തിന്റെ അന്ന് പോലും ചെയ്യുന്നില്ല ആൾക്കാര്. പിന്നെ എന്തിനത് ചെയ്യുന്നു? അതായത് ബ്രഹ്മസൂത്രത്തിലൊരു സൂത്രമുണ്ട്, ഫലം അത ഉപപത്തേഹേ. ഫലം അവനിൽ നിന്നാണ് കിട്ടുക. ആര്? പരമാത്മാവിൽ നിന്ന്. ജഡമായിരിക്കുന്ന കർമ്മമല്ല, ദേവതകളും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ എന്നാൽ ദേവതകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫലം ഉണ്ട് കേട്ടോ. പക്ഷേ എന്ത് ഫലമാണെങ്കിലും ആരിലൂടെ വരത്തുള്ളൂ? പരമാത്മാവിലൂടെ വരത്തുള്ളൂ. അതെന്തുകൊണ്ടാ? നിങ്ങള് ഡാർവിൻ സിദ്ധാന്തം മാനിച്ചാലും മാനിച്ചില്ലെങ്കിലും കാരണമായിട്ടൊരു പരമാത്മാവിരിക്കും. അതായത് അതിന്റെ പരമ്പര ഹൈറാർക്കി മാനിച്ചു വന്നാലും ഇല്ല ഒന്നിച്ചാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഞങ്ങളുടെ ശ്രുതിയിൽ പരമ്പരയിലൂടെ സൃഷ്ടി പറയുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എന്ത് പരമ്പര സൃഷ്ടി? അങ്ങേര് സങ്കല്പിച്ച ഒറ്റയടിക്ക് ഉണ്ടായിക്കളയാന്ന് പറഞ്ഞോളെ. അപ്പൊ വാസ്തവത്തിൽ എന്താ? ഇവിടെ സൃഷ്ടി ഉണ്ടായിട്ട് വേണ്ടേ? ഇതാണ് ഞങ്ങളുടെ മുഖ്യ സിദ്ധാന്തം. അതുകൊണ്ട് ആൾക്കാർ എങ്ങനെ
വന്നാലും വേദാന്തിക്ക് അതിനായ കറക്റ്റ് ഉത്തരവുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാ? എല്ലാം മിഥ്യ. 2 ദിവസം മുന്നേ ഇവിടെ ഒരാൾ വന്നിട്ട് ഭയങ്കര ഇതായിരുന്നു. അത് അങ്ങേർക്ക് പലരെയും ജ്ഞാനിയായിട്ട് മാനിക്കണം. ഇവിടെ നിങ്ങൾ മാനിക്കത്തില്ല. ഞാൻ പറയും, ഞാൻ തന്നെ എന്റെ ഈ ശരീരം തന്നെ മാനിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം കേവല ബ്രഹ്മത്തിൽ ഈ ശരീരം പോലെ കല്പിതമാണ്. എന്നിട്ട് എനിക്ക് മാനിക്കേണ്ട ഗതികേടല്ലേ ഞാനുണ്ട് എന്നുള്ളത്. വാസ്തവത്തിൽ ഞാനുണ്ടോ? ഒരു കിട്ടിയ സാധനം വാസ്തവത്തിൽ ഞാനില്ല. എനിക്ക് ഞാൻ ഉണ്ടെന്നും മാനിച്ചിട്ട് വിശന്നിരിക്കുന്നവരാണ് ഇങ്ങനെ പറഞ്ഞത് ആ കണ്ടവൻ ജ്ഞാനിയാണെന്ന്. തതോ ജഡത്വാദ് പ്രകൃതേഹേ, പ്രകൃതി ജഡമാണെന്നിരിക്കെ ഫലദാതൃത്വ അനുഭവത്തേർ ഫലദാതൃത്വം സംഭവിക്കത്തില്ല എന്നുള്ളതിനാൽ, ഫലം കൊടുക്കാൻ ജഡമായിരിക്കുന്ന പ്രകൃതിക്ക് കഴിവില്ല എന്നുള്ളതിനാൽ, ഉപാസ്യത്വാനുഭൂതി ഉപാസ്യമല്ല പ്രകൃതി ജഡമാണ് ഇതിനാൽ എന്നുള്ളതും കുചോദ്യമേവ, ശരിയായ ചോദ്യമല്ല. എന്തുകൊണ്ടാ? നിങ്ങൾ എന്ത് ചെയ്താലും അതിന്റെ ഒക്കെ ഫലം കൊടുക്കാൻ പരമാത്മാവുണ്ട്. ശ്രുതിയിൽ പറഞ്ഞതാണ് പ്രകൃത്യുപാസന. അതുകൊണ്ട് ചെയ്താൽ ഫലം പരമാത്മാവ് കൊടുക്കും. അവനത് കിട്ടുമെന്ന് പറയത്തില്ലേ? അതേപോലെ പരമാത്മാവ് നിന്റെ ഫലം കൊടുക്കും. അപ്പം ഏതായാലും 13 നോക്കിയോ. അന്യദേവാഹു സംഭവാത് അന്യതാഹുര സംഭവാത് ഇത് ശുശ്രുമധീരാണാം യേനസ്തദ്വിജചക്ഷിരേ. ചൊല്ലിക്കോ. അന്യദേവാഹു സംഭവാത് അന്യദാഹുരസംഭവാൽ ഇത് ശുശ്രുമധീരാണാം യേനസ്തദ്വിജചക്ഷിരേ. സംസ്കൃതത്തിൽ ലകാരമില്ല, തകാര സ്ഥലത്ത് തകാരം തന്നെ ചൊല്ലണം. ശരി. സംഭവാത് ഇത് ശുശ്രുമ അന്യദേവാഹു സംഭവാത് അന്യദേവാഹു സംഭവാത് ദേവാഹു സംഭവാത് അന്യദാഹുര സംഭവാത് ഇത് ശുശ്രുമധീരാണാം യേനസ്തദ്വിജചക്ഷിരേ. അന്യദേവാഹു സംഭവാത് അന്യദേവാഹു സംഭവാത് ഇതി സൂക്ഷ്മം. നോക്ക്, അടുത്ത വരിയില് ദേവ ഇല്ല. അന്യദേവാഹു സംഭവാത് അന്യദാഹുരസംഭവാത് എന്നേ ഉള്ളൂ. മെല്ലെ വായിച്ചുകൂടെ? അന്യദാഹുര സംഭവാത് ഇതി സുശ്രമം ധീരാണാം യേ ശിക്ഷസേ ശിക്ഷരേ ശിക്ഷരേ തത് വിജചക്ഷിരേ. തത് വിജചക്ഷിരേ. നോക്കിയോ, അന്യദേവാഹു സംഭവാത്. ഇതിന്റെ മുന്നത്തെ മന്ത്രത്തിൽ സംഭവം അസംഭവം എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലായോ? സംഭവം എന്നുള്ളത് ഹിരണ്യഗർഭൻ, അസംഭവം എന്നുള്ളത് അസംഭൂതി എന്നുള്ളത് അസംഭവം എന്നർത്ഥം ചെയ്യുക. പ്രകൃതി കാരണം എന്നർത്ഥം. ഇവയുടെ ഉപാസനം കൊണ്ടുള്ള ഫലം പറയാൻ പോവാണ് നമ്മളിത്. ഓക്കെ, ഇത് അനേകത മുന്നേ ഒന്ന് ഭാഷ്യം കണ്ടോ? ഭാഷ്യം 13 അല്ലേ? അധുന ഉഭയോരുപാസനയോഹോ സമുച്ചയ കാരണം അവയവ ഫലഭേദമാഹ. അധുന എന്ന് പറയാം ഇപ്പോൾ, ഇതാനീം. ഉഭയോഹു ഉപാസനയോഹോ, ഏതൊക്കെ ഉപാസന? സംഭൂതി ഉപാസന, അസംഭൂതി ഉപാസന, ഹിരണ്യഗർഭ ഉപാസനയും പ്രകൃതി ഉപാസനയും അവയുടെ സമുച്ചയം വിധിക്കാൻ പോവാണ് 14ാമത്തെ മന്ത്രത്തില്. ആ 14ാമത്തെ മന്ത്രത്തിലൂടെ സമുച്ചയം വിധിക്കാനുള്ള കാരണമാണ് 14ാം മന്ത്രത്തിലൂടെ സമുച്ചയം വിധിക്കാനുള്ള കാരണമാണ് 13ാം മന്ത്രത്തിലൂടെ പറയുന്നത്. സമുച്ചയ കാരണം എന്താണ്? അവയവ ഫലഭേദമാഹ. ഇതെന്താ അവയവം എന്ന് ഉദ്ദേശിച്ചത്? ദ്രവ്യത്തിനല്ലേ അവയവം ഉണ്ടാവുക? അപ്പൊ ടിപ്പണി 1 കാണ്. അവയവ ഫലഭേദമിതി ഏകൈകസ്യ ഫലഭേദമിത്യർത്ഥ. ഓരോന്നിന്റെ ഓരോരോ ഉപാസനയുടെ ഫലഭേദത്തെയാണ് അവയവ ഫലഭേദം എന്ന് പറയുന്നത്. അതെന്താ അവയവം എന്ന് പറയാൻ കാരണം? സമൂഹസ്യ ഏകം അവയവോ ഭവതി. ഒരു സമൂഹത്തിന്റെ ഒരംശത്ത് നമുക്ക് അവയവം എന്ന് പറയാം. നിങ്ങളത് തർക്കസംഗ്രഹത്തില് 5 അവയവ വാക്യം എന്ന് പറയുമ്പോൾ ഇതേ പ്രസംഗം വരും. അന്നേരം പറയും 5 കട്ടോളതിന്റെ ഒരു ഭാഗത്ത് നമുക്ക് അതിന് അവയവം എന്ന് എടുത്തേക്കാം. ഈ രീതിയിലാണ് ഓരോന്നിനെയും നമ്മൾ അവയവം എന്ന് പറഞ്ഞത്. അപ്പോൾ അവയവം എന്ന് ഉദ്ദേശിച്ചത് ഓരോരോ ഉപാസനയുടെയും അർത്ഥം ഫലഭേദത്തെ കാണിക്കുകയാണ്. സംഭൂതി ഉപാസനയുടെ ഫലം വേറെ, അസംഭൂതി ഉപാസനയുടെ ഫലം വേറെ എന്നർത്ഥം. ഇതാണ് അന്യദേവ എന്ന് പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ മന്ത്രത്തില് അന്യദേവ ആഹുഹു സംഭവാത്. സംഭവാത് എന്ന് പറഞ്ഞാല് ഹിരണ്യഗർഭ ഉപാസനയിൽ നിന്ന് അന്യദേവ ഫലമാഹുഹു, ആചാര്യന്മാർ വേറെ തന്നെ ഫലമാണ് പറയുന്നത്. അതേപോലെ അന്യദാഹുര അസംഭവാത്, പ്രകൃതി ഉപാസനയ്ക്കും വേറെ ഫലമാണ്. ഹിരണ്യഗർഭ ഉപാസനയുടെ ഫലം വേറെയാണ്, പ്രകൃതി ഉപാസനയുടെ ഫലം വേറെയാണെന്ന് ആചാര്യന്മാർ ശ്രുതി പറയുന്നു എന്ന് മനസ്സിലായിക്കൊള്ളുക. ഇത് എന്ന് ധീരാണാം ആചാര്യാണാം വചനം ഇതി ശുശ്രമ
ധീരാണാം യേ ന വിധിചക്ഷരേ യേ ആരാണോ നഹ ഞങ്ങൾക്ക് വിധിചക്ഷരേ വ്യാഖ്യാതവന്തഃ തേഷാം വചനം എന്ന് മനസ്സിലായിക്കോളുക. തേഷാം ധീരാണാം വചനം വയം ശുശ്രമ. ആരാണോ ഞങ്ങൾക്ക് ഈ ശ്രുതിയെ വ്യാഖ്യാനിച്ചു തന്ന ആചാര്യന്മാർ അവരുടെ വചനത്തെ ഞങ്ങൾ കേൾക്കുന്നു. ठीक है. ധീരാണാം വചനം ശുശ്രുമ. ഇനി നമ്മൾക്ക് ഭാഷ്യം കാണാം. ഇവിടെ അന്യദേവ അർത്ഥം പറയുന്നത് പൃഥകേവ വേറെ തന്നെയാണ്. ആഹുഹു ആരാ പറയുന്നത്? ശ്രുതി പറയുന്നുണ്ട് വെവ്വേറെ ഫലങ്ങളെ. അതായത് ഹിരണ്യഗർഭോപാസനയുടെ ഫലം ഐശ്വര്യപ്രാപ്തിയാണെന്നും ഇതിവിടെയും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ മുമ്പ് പറഞ്ഞതാണിത്. 10ാമത്തെ മന്ത്രത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലായിക്കൊള്ളുക. അതേപോലെ പ്രകൃത്യുപാസനയുടെ ഫലം വായുപുരാണത്തിലും വേറെ തന്നെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എടുത്തോളുക. അന്യദേവ അർത്ഥം പറയുന്നത് പൃഥകേവ ആഹുഹു കിം ഫലം ഏതിന്റെ സംഭവാത്. സംഭവം എന്ന് ഉദ്ദേശിച്ചത് ഹിരണ്യഗർഭ ഉപാസന. അപ്പൊ ഹിരണ്യഗർഭ ഉപാസനയുടെ ഫലം വേറെ തന്നെയാണെന്ന് പറയുന്നു. വേറെ തന്നെയാണെന്ന് പറഞ്ഞു. ഹിരണ്യഗർഭ ഉപാസനയുടെ ഫലം വേറെയാണ്. അതേപോലെ ഇതിനെ വിശദീകരിക്കാണ്. ഫലം സംഭവാത് എന്ന് പറഞ്ഞല്ലോ, അതിനെ വിശദീകരിക്കാണ്. സംഭൂതേഹേ എന്താണ് സംഭൂതിക്ക് അർത്ഥം? കാര്യബ്രഹ്മ ഉപാസനാത്. കാര്യബ്രഹ്മ ആരാ? ഹിരണ്യഗർഭനല്ലേ? ഹിരണ്യഗർഭനാണ് കാര്യബ്രഹ്മം അല്ലെ? കാരണബ്രഹ്മ ആരായിരിക്കും? ഈശ്വരൻ. നിരുപാധികൻ ശുദ്ധബ്രഹ്മം. അപ്പം പറയാണ് കാര്യബ്രഹ്മ ഉപാസനാത് അണിമാദ്യ ഐശ്വര്യ ലക്ഷണം വ്യാഖ്യാതവന്തസ് ഇത്യർത്ഥഃ. കാര്യബ്രഹ്മ ഉപാസനയിൽ നിന്ന് അണിമാദ്യ ഐശ്വര്യം കിട്ടുമെന്നുള്ളത് നമ്മൾ 10ാം മന്ത്രത്തിലെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. തഥാ അതേപോലെ അടുത്തത് പറയാണ് അന്യദാഹുർ അസംഭവാത്. പ്രകൃതി ഉപാസനയായിരിക്കുന്ന അസംഭവ ഉപാസനയിൽ നിന്ന് വേറെ തന്നെ ഫലമുണ്ട്. എന്താണ് ഫലം? അസംഭൂതേർ അഭ്യാകൃതാത്. അസംഭൂതിക്ക് അർത്ഥമാണ് അഭ്യാകൃതം, മായ എന്നർത്ഥം. എന്താർത്ഥം? ഒന്നുകൂടി വിശദീകരിക്കാണ്. അഭ്യാകൃത ഉപാസനാത്. അഭ്യാകൃത ഉപാസനയിൽ നിന്ന് യദുക്തം അന്ധന്തമ പ്രവിശന്തി പ്രകൃതിലയ ഇതി. അന്ധന്തമ പ്രവിശന്തി ഏ അസംഭൂതി ഉപാസതേ എന്ന് പറഞ്ഞതാണ്. കാണത്തില്ല കാരണം പൂർവരൂപ ഏകാദേശം വന്നിട്ട് ഏടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മുമ്പുള്ള മുന്നേയുള്ള 12ാം മന്ത്രത്തില് ഇത് അന്ധന്തമ പ്രവിശന്തി അവിദ്യാം ഉപാസത എന്നുള്ള സ്ഥലത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രകൃതി ലയമാണ് ഫലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും മാത്രമല്ല കേട്ടോ, നമുക്ക് ടിപ്പണി നോക്കിക്കഴിഞ്ഞാല് വായുപുരാണവും കാണാം. അപ്പൊ രണ്ടും നിങ്ങളുടെ മുന്നിലെ ശ്ലോകങ്ങൾ 10ാം മന്ത്രത്തിലൂടെ ഹിരണ്യഗർഭോപാസനയുടെ ഫലമായിരിക്കുന്ന അണിമാദ്യ അഷ്ടൈശ്വര്യത്തെയും അതേപോലെ 12ാം മന്ത്രത്തിലൂടെ പ്രകൃതി ഉപാസനയുടെ ഫലം പ്രകൃതി ലയമായിരിക്കുന്ന അന്ധമായിരിക്കുന്ന തമസിനെ പ്രവേശിക്കുകയാണെന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. ഇതിച്ച പൗരാണികരുച്യതേ ഇതി പൗരാണികന്മാരാൽ പറയപ്പെടുന്നു എന്നുള്ളതിനാൽ ഇത്യേവം ശുശ്രുമ ധീരാണാം വചനം. ഇപ്രകാരം ഞങ്ങൾ ധീരന്മാരുടെ ബുദ്ധിമാന്മാരുടെ വചനം കേട്ടിട്ടുണ്ട്. ഈ ആരാണോ നഹ എന്ന് പറഞ്ഞാൽ അസ്മഭ്യം ഞങ്ങൾക്കായിട്ട് ബിജചക്ഷരേ എന്തർത്ഥം? അഭ്യാകൃത ഉപാസന ഫലം വ്യാഖ്യാതമന്ത. ബിജചക്ഷരയുടെ അർത്ഥം വ്യാഖ്യാതവന്ത എന്നുള്ളൂ, വ്യാഖ്യാനിച്ചു എന്നാണ്. അപ്പോൾ വ്യാഖ്യാതവന്ത ആരാണോ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചത് ഏതിനെ? വ്യാകൃതാഭ്യാകൃത ഉപാസന ഫലങ്ങളെ അവരിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സംഭവത്തിന്റെ ഫലം വേറെ, അസംഭവത്തിന്റെ ഫലം വേറെയാണ്. അതായത് പ്രകൃതി ഉപാസനയുടെ ഫലം വേറെ, ഹിരണ്യഗർഭ ഉപാസനയുടെ ഫലം വേറെയാണ്. നിങ്ങൾ ഇതിന്റെ പ്രകൃതി ലയ എന്നുള്ള സ്ഥലത്ത് ഒരു ടിപ്പണി ഉണ്ട്, 2. ഈ 2ാം നമ്പർ ടിപ്പണി കാണും. പ്രകൃതി ലയ ഇതി പൗരാണിക രുച്യത ഇതി. പ്രകൃതി ലയമുണ്ട് എന്ന് പൗരാണികന്മാരും മാനിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ നമ്മൾ യഥാഹുസ്തേ എപ്രകാരം അവർ പറയുന്നുവോ അവരുടെ വചനത്തെ, വായുപുരാണത്തിൽ വചനമാണിത്. ദശമന്നന്ത്വരാണി ഇഹ തിഷ്ടന്തിന്ദ്രിയ ചിന്തകാഹ ഭൗതികാസ്തു ശതം പൂർണം സഹസ്രം ത്വാഭിമാനികാഹ ബൗദ്ധ ദശസഹസ്രാണി തിഷ്ടന്തി വിഗതജ്വരാഹ പൂർണം സഹസ്രം തു തിഷ്ടന്ത്യവ്യക്തചിന്തകാഹ പുരുഷം നിർഗുണം പ്രാപ്യ കാലസംഖ്യാന വിദ്യതേ. ദശമന്വന്തരാണി, ഒരു മന്വന്തരം. അതായത് കാലഗണന വരുന്നേരം എത്ര യുഗങ്ങളാ? 4 യുഗം. അപ്പൊ കലിയുഗം എത്ര ഉണ്ടാവും? 3,32,000 വർഷം ഉണ്ടാവും കലിയുഗം അല്ലേ? ശരിയല്ലേ പൗരാണികന്മാരെ? അതിന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 8,64,000 വർഷം ഉണ്ടാവും
ദ്വാപരം. അപ്പോൾ അതിന് 3 ഇരട്ടി ആക്കി കഴിഞ്ഞാൽ 12,96,000 വർഷം ഉണ്ടാവും ത്രേത. പിന്നെ അവസാനം എന്താ? കൃതയുഗം 17,28,000 വർഷം ഉണ്ടാവും. മൊത്തത്തില് 43,20,000 വർഷം വരുമ്പോഴാണ് ഒരു ചതുർയുഗം വരുന്നത്. ഇതിനെ നമ്മൾക്ക് ശ്ലോകമായിട്ട് ബന്ധപ്പെടുത്ത്. ബ്രഹ്മണോ ദിനം ഉച്ചതേ. ബാക്കി എന്തായിരുന്നു തുടക്കം? ചതുർയുഗ സഹസ്രാണി ബ്രഹ്മണോ ദിനം ഉച്ചതേ. ठीक ഒരു ചതുർയുഗം എത്രയുണ്ട്? ചതുർയുഗങ്ങള് ഇങ്ങനത്തെ ചതുർയുഗങ്ങൾ 1000 വന്നെങ്കിൽ മാത്രമേ ബ്രഹ്മാവിന്റെ ഒരു ദിനം വരത്തുള്ളൂ. അതിന്റെയും ഡബിൾ ആക്കിയാല്, ഇരട്ടിപ്പിച്ചാല് പകലും രാത്രിയായിട്ട് കിട്ടത്തുള്ളൂ. ദിനം എന്ന് പറഞ്ഞാല് പകലെന്നാണ് അർത്ഥം. ചതുർയുഗ സഹസ്രം വരുമ്പോൾ ചതുർയുഗ സഹസ്രം വരുമ്പോൾ എന്ത് പറ്റും? ബ്രഹ്മാവിന്റെ ഒരു ഡേ ടൈം കഴിയും. അതിന്റെ ഡബിൾ എടുത്തെങ്കിൽ ഒരു മൊത്തം ഡേ ആൻഡ് നൈറ്റ് തീരത്തുള്ളൂ. ചതുർയുഗ സഹസ്രാണി ബ്രഹ്മണോ ദിനം ഉച്ചതി. അപ്പോൾ ചതുർയുഗത്തിന്റെ സഹസ്രമല്ല, ദ്വിസഹസ്രം വരുമ്പോഴാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അതിനെ 30 കൊണ്ട് ഗുണിക്കുക, പിന്നെ അതിനെ 12 കൊണ്ട് ഗുണിക്കുക, പിന്നെ അതിനെ 100 കൊണ്ട് ഗുണിക്കുക. ഇത്രയും വന്നാല് ബ്രഹ്മാവിന്റെ ആയുസ് കഴിഞ്ഞു തീരും. അതേപോലെ ഈ ഒരു ബ്രഹ്മാവിന്റെ ഒരു കൽപ്പം വരുമല്ലോ. കൽപ്പം എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു ദിനം പൂർത്തിയാവുന്ന സമയം. അതായത് ചതുർയുഗ സഹസ്രങ്ങൾ കഴിഞ്ഞാല് കൽപ്പത്തിന് പ്രളയമായി. ഇനി അത്രയും കാലം രാത്രി കഴിഞ്ഞിട്ടാണ് പിന്നെ സൃഷ്ടി വരും. അപ്പൊ ഒരു കൽപ്പത്തില് 14 മനുക്കൾ വരും. ഇപ്പം 6 മനു കഴിഞ്ഞു, 7ാമത്തെ മനു ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്വയംഭു, സാരോചിഷ, ഔത്തമി, താമസ, രൈവത, ചാക്ഷുഷ എന്നിങ്ങനെ 6 കഴിഞ്ഞു. ഇപ്പോൾ വൈവസ്വത മനുവിന്റെ സമയമാണ്. ഇത് കഴിഞ്ഞാൽ സാവരണ്യാദി മനുക്കന്മാർ കയറി വരും. ഇങ്ങനെ അപ്പോൾ എന്ത് പറ്റി? ഈ ചതുർയുഗം വന്നല്ലോ. ഈ ചതുർയുഗത്തിൽ തന്നെ 71 ചതുർയുഗം ചേരുമ്പോഴാണ് ഒരു മന്വന്തരം. ഇങ്ങനെ ഇരിക്കുന്ന ദശമന്വന്തരങ്ങളാണ് ഇന്ദ്രിയ ചിന്തകന്മാർ ഇന്ദ്രിയങ്ങളിൽ ലീനമായിട്ടിരിക്കുന്നത്. അതായത് സൂക്ഷ്മങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ. നിങ്ങൾ മൂലപ്രകൃതി അവികൃതി മഹദാദ്യ പ്രകൃതി വികൃത സപ്ത ഷോഡശവസ്തു വികാരം ന പ്രകൃതി ന വികൃതി പുരുഷ എന്നുള്ള ശ്ലോകം മനസ്സിലാക്കുക. അവിടെ എവിടം തുടങ്ങും? പ്രധാനമായിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന്, മായ എന്ന് പറയുന്നത് പ്രധാനമായിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് വേദാന്തി മായ എന്ന് പറയും, സാങ്ക്യൻ പ്രധാനം എന്ന് പറയും. ഇത്രയുള്ള വ്യത്യാസം. നമുക്ക് മായ എന്ന് പറയണം അവിടെ, കാരണം ഈ പ്രസംഗം വേദാന്തിയുടെ തന്നെ. അപ്പോൾ ആ മായയിൽ നിന്ന് മഹത്വത്വം ഉണ്ടാവും. മഹത്വത്തിൽ നിന്ന് അഹങ്കാരം, അഹങ്കാരത്തിൽ നിന്ന് പഞ്ചതന്മാത്ര, പഞ്ചതന്മാത്രയിൽ നിന്ന് ഭൂതങ്ങൾ. ഇതില് ഇന്ദ്രിയങ്ങളൊക്കെ എവിടെ നിന്നുണ്ടാകുന്ന? അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. മഹത്വത്വം പ്രകൃതി, മഹത്വത്വം, അഹങ്കാരം. അഹങ്കാരത്തിൽ നിന്ന് തന്മാത്രയും ഇന്ദ്രിയങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഇത് സമാധി നടത്തിയിട്ട് നിങ്ങൾക്കതില് യോഗസൂത്രത്തിലൂടെ പോയാല് സമ്പ്രജ്ഞാതനിലെ 4 എണ്ണം കാണാം. വിതർക്ക, വിചാര, ആനന്ദ, അസ്മിത. വിതർക്കം എന്നുള്ള സ്ഥൂലഭൂതങ്ങളിലും വിചാരം എന്നുള്ളത് ഇന്ദ്രിയങ്ങളിലും, ഇന്ദ്രിയങ്ങളിൽ ആനന്ദമാവില്ലേ. അപ്പോൾ സ്ഥൂല സൂക്ഷ്മഭൂതങ്ങളിലായിട്ട് വിതർക്കവും വിചാരവും വരും. ആനന്ദം എന്നുള്ളത് ആനന്ദ ഹേതു ആയതിനാൽ ഇന്ദ്രിയങ്ങളിലെ സമാധിയാണ്. പിന്നെ എന്ത് വരും? പുരുഷനിലെ സമാധി വരും. അതാണ് അസ്മിത. അപ്പോൾ അതിനെ ഈ ഒരു ശ്ലോകത്തെ നമ്മൾ യോഗസൂത്രം വ്യാഖ്യാനിച്ച സമയത്ത് ഭവപ്രത്യോ വിധേയ പ്രകൃതിലയാനം എന്നുള്ള സമാധിവാദത്തിലെ 19ാം സൂത്രത്തിലൂടെ വ്യാഖ്യാനിച്ചതാണ്. അപ്പോൾ 10 മന്വന്തരങ്ങൾ ഇന്ദ്രിയ സമാധി നടത്തിയവർ ഇന്ദ്രിയങ്ങളിൽ പോയിട്ട് ലീനമായിട്ടിരിക്കും. സൂക്ഷ്മേന്ദ്രിയങ്ങളില്. ഭൂതകാര്യങ്ങളിൽ സമാധി നടത്തിയവര് ഭൗതികത്തിൽ സമാധി നടത്തിയാല് ശതം പൂർണം എന്ന് പറഞ്ഞാല് 100 മന്വന്തരം ഭൂതങ്ങളിൽ പോയി ലയിച്ചിരിക്കും. അഭിമാനം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. അഹങ്കാരത്തിൽ, അപ്പൊ ഭൗതികം എന്നുള്ളത് ഭൂതങ്ങളിൽ നിർത്താൻ മതി. ശാസ്ത്രം തു അഭിമാനിക 1000 മന്വന്തരം അഹങ്കാരത്തിൽ സമാധി നടത്തിയവർ അഹങ്കാരത്തിൽ പോയി ലയിച്ചിരിക്കും. ബൗദ്ധ ദശസഹസ്രാണി ബുദ്ധിവാസകന്മാർ മഹത്വത്വം എന്നുള്ള ബുദ്ധിയെ ഉപാസിച്ചവര് എത്രയായ ദശസഹസ്രം 10,000 മന്വന്തരം ലീനമായിട്ടിരിക്കും. തിഷ്ടന്തി വിഗതചരാഹ, ഒരു സന്താപവുമില്ല. പൂർണ്ണം ശതസഹസ്രം എന്ന് പറഞ്ഞാൽ 1,00,000 ആയി. 1,00,000 മന്വന്തരം തിഷ്ടന്തി അവ്യക്ത ചിന്തകാഹ, പ്രകൃതി ചിന്തകന്മാര് പ്രകൃതിയിൽ പോയിട്ട് 1,00,000 മന്വന്തരം ജീവിക്കും. ഇനി കേവലം പുരുഷനെ അറിഞ്ഞാലോ നിർഗുണം പുരുഷം പ്രാപ്യ കാലസംഖ്യാന വിദ്യത.
കേവല പുരുഷനെ അറിഞ്ഞാൽ പുരുഷനിൽ ഏകത്വം പ്രാപിച്ചിരിക്കും, അവിടെ കാലസംഖ്യയില്ല. ഇത് അത്ര അവ്യക്തം ഇത് വിട്ടേക്ക്. അത്ര അവ്യക്തം പ്രകൃതി. ഇവിടെ അവ്യക്ത ശബ്ദമുണ്ട്, പ്രകൃതി എടുത്തോളുക. അവ്യക്ത ചിന്തകാഹ എന്ന് പറഞ്ഞല്ലോ, അവിടെ അവ്യക്തം പ്രകൃതിയാണ്. തത്ര ലീനാസന്ത, അവിടെ ലീനന്മാരായിരുന്നു. പൂർണ്ണം ശതസഹസ്രം മന്വന്തരാണി തിഷ്ടന്തി, 1,00,000 മന്വന്തരം ആ പ്രകൃതി ലീനമായിട്ടിരിക്കും. ഇത്യേഷ തേഷാം പ്രകൃതിലയോ വായുപുരാണോക്ത, ഇപ്രകാരമാണ് പ്രകൃതിലയത്തെ വായുപുരാണത്തിൽ പറഞ്ഞത്. ഇമേജ ശ്ലോകാഹ, ഈ ശ്ലോകങ്ങൾ എവിടത്തെ ഉദ്ധരിച്ചിരുന്നു? ഭവപ്രത്യോ വിദേഹ പ്രകൃതിലയാനമിതി യോഗസൂത്രേ ഭാഷ്യകൃത ഉദ്ധൃതാഹ. യോഗസൂത്രത്തിന്റെ ഭാഷ്യം രചിക്കുന്ന സമയത്ത് ഭാഷ്യകാരൻ തന്നെ ഈ സമാധിപാദത്തിൽ 19ാം സൂത്രത്തിന്റെ വ്യാഖ്യാന സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. വിദേഹ പ്രകൃതിലയന്മാരുടെ അസംപ്രജ്ഞാ സമാധിക്ക് കാരണമാണ് ഭാവപ്രത്യയം എന്ന് പറയുന്ന സമയത്ത്. സംപ്രജ്ഞാ സമാധി നമ്മൾ 4ആക്കി അതിനെ വീണ്ടും പിരിച്ച് 8ആക്കും. അസംപ്രജ്ഞാതനും 2 വിധം വരും. അങ്ങനെ ഒന്നെങ്കിലും കഴിഞ്ഞല്ലേ, 13ാമത്തെ മന്ത്രങ്ങൾ തീർത്തല്ലോ. സ്വാമിജി ഇപ്പൊ പറഞ്ഞല്ലോ, ബ്രഹ്മാണ് പുരാണത്തിൽ പറഞ്ഞ പോലെ ഈ ലക്ഷക്കണക്കിന്റെ ബ്രഹ്മാവിന്റെ ആയുസൊക്കെ പറഞ്ഞല്ലോ. അതിനൊക്കെ പ്രമാണം ഉണ്ട് എന്നുള്ളത്. അത് അടിസ്ഥാനം എന്താ ശരിക്കും പ്രമാണത്തിന്റെ? ശ്രുതി സ്മൃതി മമേ വാഗ്ഞേ എന്ന് ശ്രുതി തന്നെയുണ്ട്. അതുകൊണ്ട് സ്മൃതിഭാഗമാണെങ്കിലും പരമ്പരയിലൂടെ ആചാര്യന്മാര് ഗ്രഹിച്ച പ്രമാണത്തെ നമ്മൾ ഗ്രഹിക്കും, അതിനെ എടുത്ത് കളയത്തില്ല. ശ്രുതിയും ആചാരവും എല്ലാത്തെ എടുത്തിട്ടാണ് മുന്നേറുന്നത്. പ്രകൃതി ഉപാസന എന്നൊക്കെ പറഞ്ഞല്ലോ. പ്രകൃതി ഉപാസന എന്ന് പറയുന്നുണ്ട്, അതിന്റെ കാർമ്മികത്വം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പറയുന്നുണ്ടോ പുസ്തകത്തില്? പ്രകൃതി ഉപാസന എന്ന് പറയുന്നത് ഉപാസകനെ കണ്ടുപിടിക്കണം ഇതാരാണ്. ഇതിന് വേറെ ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന്, ഇത് വെച്ചിട്ട് നടത്താൻ പറ്റത്തില്ല. ഗൃഹ്യസൂത്രങ്ങള്, ആപസ്തംഭ സൂത്രങ്ങളൊക്കെ വെച്ചിട്ട് കർമ്മകാണ്ഡം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ തന്നെ ഇതിനും വേറെ സംഭവമുണ്ട്. ആ പരമ്പരയിലൂടെ പോയാലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ പാടാ ഇതിനെ പ്രകടിപ്പിച്ചു പോകാം. നമുക്കിപ്പോൾ ഉള്ളത് ചില്ലറ കുട്ടിച്ചാത്തന ഉപാസനയൊക്കെ ഉള്ളൂ. അത് വെച്ച് അങ്ങോട്ട് തീരുക, അല്ല ഇപ്പം ചെയ്യാനാ ഉപാസന. അപ്പൊ ഉപാസന ക്രമം പറഞ്ഞിട്ടില്ല, ഉപാസന എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? ക്രമമല്ല. ഇത് ഉപാസിക്കാൻ വേണ്ടിയല്ലല്ലോ. ഉപനിഷത്തിൽ ഉപാസിക്കാൻ ആരാ പറയുന്നത്? ഉപനിഷത്തിൽ ഉപാസിക്കാൻ വേണ്ടിയല്ല, ഉപാസന ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപനിഷത്ത്. കാരണം ഉപാസനയുടെ ഫലം ഹിരണ്യഗർഭലോകം വരികയെ പോകത്തുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ലോകം, അയ്യോ ഒരു കാര്യം വിട്ടു, നാളെ ഓർമ്മപ്പെടുത്തണം. ഈ പ്രകൃതി ഉപാസന കൊണ്ട് എത്തിച്ചേരുന്ന പ്രകൃതിയെ നമ്മൾ ലോകം എന്ന് പറയത്തില്ല. കാരണം ലോക്യതയെ ഭുജ്യരീതി ലോകം എന്ന് അർത്ഥം ചെയ്താൽ ഭോഗം നടക്കണം. പ്രകൃതിയിൽ അവിടെ ഒരു ഭോഗവും നടക്കത്തില്ല. സുഷുപ്തി പോയ പോലെ ചത്ത് കിടക്കത്തുള്ളൂ. ഇവിടെ ലോകം എന്ന് പറയത്തില്ല. ലോകം എന്ന് പറയാൻ ഭോഗം നടക്കണം. ഭോഗം നടക്കാത്ത സ്ഥലത്തെ ലോകം എന്ന് പറയത്തില്ല. സുഷുപ്തിയിൽ ഭോഗം നടക്കത്തില്ല, അതുകൊണ്ട് സംസാരമല്ല. ഇതേപോലെ തന്നെയാണ് പ്രകൃതിയിലും ലീനമായിട്ടിരിക്കുമ്പോൾ പുരുഷന് ഭോഗമില്ല, അതുകൊണ്ട് അതിനെ ലോകം എന്ന് പറയാറില്ല. അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെ നോക്കിയാൽ ഈ സാധനം കിട്ടത്തില്ല. ഇനി ഉപനിഷത്തിലെ എൻറ്റയർ ഉപനിഷത്തില് ഈശാവാസ്യത്തിലല്ലാതെ പ്രകൃതി ഉപാസനയും അതിന്റെ ഫലവും പറയുന്ന സ്ഥലമേ ഇല്ല. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.